സമാധാനമുണ്ടാകുമെന്ന പ്രത്യാശയിൽ ഇനിയും മിണ്ടാതിരിക്കാൻ സാധിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. തിരിച്ചടിക്കേണ്ടിടത്ത് തിരിച്ചടിക്കണമെന്നും തിരിഞ്ഞോടിയിട്ട് കാര്യമില്ലെന്നുമുള്ള നിലപാടും ആവർത്തിക്കുന്ന ഇറാൻ ആദ്യ അടി അമേരിക്കയുടെ താവളത്തിൽ കയറിയാണ് നൽകിയിരിക്കുന്നത്. ഇറാഖിലെ US കോൺസുലേറ്റിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. കോൺസുലേറ്റിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എർബിലിലുള്ള കോൺസുലേറ്റിലേക്കാണ് ഇറാൻ ബോംബിട്ടത്. 7 തവണ സ്ഫോടനമുണ്ടായതായാണ് ഇറാഖ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 4 ഇറാനിയൻ ഡ്രോണുകൾ എർബിലിന് സമീപമുള്ള ഖലിഫാൻ, സോറൻ മേഖലകളിൽ ആക്രമണം നടത്തിയതായി ഇറാഖ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആക്രമണം പ്രതിരോധിക്കാനായി 10ലേറെ US യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും രംഗത്തെത്തിയിട്ടുണ്ടെന്നും ഇറാഖ് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇറാഖിലെ ഏറ്റവും വലിയ വാതകപ്പാടമായ ഖോർമോറും ആക്രമിക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ ചില ദേശീയ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് ഇറാഖ് ആരോപിക്കുന്നു. അമേരിക്ക എങ്ങനെയെങ്കിലും യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടുകയാണെന്ന് ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. എന്നാൽ ടെഹ്റാനുമായി സൗഹൃദപരമായ ചർച്ചകൾ നടക്കുകയാണെന്നും ഇത് പരാജയപ്പെട്ടാൽ വീണ്ടും ആക്രമണം തുടരുമെന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ആക്രമണം പൊടിപിടിക്കുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തിയിട്ടുണ്ട്. മറ്റൊരു പരിപാടിക്കായാണ് എത്തുന്നതെങ്കിലും ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പശ്ചിമേഷ്യയിലെ തുടർ നടപടികളടക്കം ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. യുദ്ധം വ്യാപിപ്പിക്കാനാണോ ചർച്ചകളിലേക്ക് പോകാനാണോ ഇരു നേതാക്കളും തീരുമാനിക്കുക എന്നത് നിർണായകമാകും. യുദ്ധം മുന്നോട്ട് പോവുക എന്നത് തന്നെയാകും ഇസ്രായേൽ നിലപാട്. വിഷയത്തിൽ ചർച്ചകളുടെ പാത അമേരിക്ക തുറന്നിട്ടപ്പോഴായിരുന്നു ഭിന്നാഭിപ്രായവുമായി ഇസ്രായേൽ രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെയാണ് നെതന്യാഹു അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. അതേസമയം അമേരിക്ക ആക്രമണം തുടരാൻ തീരുമാനിച്ചാൽ ഇസ്രായേൽ കൂടി ഇതിൽ പങ്കാളിയാകുമോ എന്നതും കൂടിക്കാഴ്ചയിൽ നിർണായകമായേക്കാമെന്നും പറയുന്നുണ്ട്. ഇതിനിടെ സൗദിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുത്തതായി സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റിയാദിലെ എണ്ണശാലകൾ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിന് പിന്നിൽ ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണെന്ന് സൗദി ആരോപിച്ചിട്ടുണ്ട്. ജൂൺ 17-ന് പ്രാബല്യത്തിൽ വന്ന സമാധാന കരാർ ലംഘിച്ചായിരുന്നു തുടർച്ചയായ 13 ദിവസം ഇറാന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയത്. ഇതിന് തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങളിൽ ഇറാനും പ്രത്യാക്രമണം നടത്തിയിരുന്നു. അതിന്റെ ബാക്കിയായിട്ടാണ് അമേരിക്കയുടെ കോൺസുലേറ്റിൽ കയറി ഇറാൻ ബോംബിട്ടത്. അതേസമയം സൈന്യത്തിന്റെ പക്കലുള്ള ആയുധങ്ങൾ തീർന്നു തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. US-ന്റെ കൈവശം ആവശ്യത്തിലധികം ആയുധ ശേഖരമുണ്ടെന്ന് അദ്ദേഹം ആഭ്യന്തര മാധ്യമങ്ങളോട് പറഞ്ഞു. സമാധാന കരാർ ലംഘിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ മധ്യസ്ഥർ വഴി ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ടെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിലുണ്ടായ കോൺസുലേറ്റ് ആക്രമണം സ്ഥിതിഗതികൾ താറുമാറാക്കിയെന്ന വാദമാണ് US പക്ഷ മാധ്യമങ്ങൾ ഉയർത്തുന്നത്. എന്നാൽ ആദ്യം ആക്രമിച്ച അമേരിക്കയ്ക്ക് മറുപടി നൽകുക മാത്രമാണ് ചെയ്തതെന്ന് ഇറാനും സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായാലും ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ലോകം.